ഡ്രീം ഹോംസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് നല്ലൊരു അടിപൊളി വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. കോഴിക്കോട് പുതിയടത്തായം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ചേർന്നൂർ 82 പുതിയടത്തായം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2 ബെഡ്റൂം ഉണ്ട്, ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്, സ്റ്റെയർ കേസ് ഉണ്ട്. മുകളിൽ നമുക്കൊരു 2 ബെഡ്റൂം ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ സ്റ്റെയർ കേസ് കയറി മുകൾ വശത്താണ് നിൽക്കുന്നത്. ഈ സ്റ്റെയർ കേസ് കയറി മുകൾ വശത്ത് ഇതുപോലൊരു സ്പേസ് കേട്ടോ, നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടും അങ്ങനെ വേണം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഉണ്ടല്ലേ, ഈ രീതിയിൽ സ്പേസ് മുകൾ വശത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യം. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ ചെയ്തിട്ടുള്ളതാണല്ലേ. ഒക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റെയർ കേസ് അല്ലെങ്കിൽ നേരെ താഴത്തേക്ക് പോവാം. അല്ലേ, നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. 2 ബെഡ്റൂമാണുള്ളത്. ഒരു ബെഡ്റൂം ബാത്റൂമില്ല, ഒരു ബെഡ്റൂമും ബാത്റൂമുള്ള ബെഡ്റൂമാണ്. കണ്ടില്ലേ, ഈ കാണുന്ന രീതിയിൽ അവിടേക്ക് ഇവിടേക്കൊക്കെ ആയിട്ട് സ്പേസ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ചെറിയൊരു സ്പേസ് കണ്ടില്ലേ, വാഷ് ബേസിൻ വെക്കാനുള്ള. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബെഡ്റൂമാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. പ്ലസ് ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡും വരുന്നുണ്ട് കേട്ടോ, അതും നല്ല വലുപ്പമുള്ളൊരു ബാത്റൂമാണ്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല. പിന്നെ നമ്മൾ നേരെ കയറി വരുന്നത് ഇത് ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് വരുന്നത്. വർക്ക് ഏരിയയും കിച്ചണൊക്കെ ഈ ഒരു സ്പേസിലേക്ക് വരിക. ഇവിടെ ഒരു വീടിൻ്റെ ഉൾവശത്ത് തന്നെ ഒരു ബാത്റൂം, ഇവിടെ 2ാമത്തെ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 6 സെൻറ്റ് സ്ഥലമാണ്. അത്യാവശ്യം നല്ല സ്പേസും ഇതൊക്കെ ഉള്ള ഒരു അടിപൊളി വീടാണ്. ഫുൾ പണി കഴിഞ്ഞിട്ട് വീടിന് ചോദിക്കുന്ന വില 28 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി. നല്ല ചാൻസ് ഉള്ളൊരു വീടാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ദയവ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.